കുരുന്നുകളുടെ വായനോത്സവത്തിന് നാളെ ഷാർജയിൽ സമാപനമാകും. 12 ദിവസത്തെ മേളയിൽ 75 രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും പ്രസാധകരും പങ്കെടുത്തു. നാളെ വൈകിട്ടാണ് സമാപന ചടങ്ങ് നടക്കുക. മെയ് 1 ഷാർജ എക്സ്പോ സെന്ററിലാണ് വായനയുടെയും വിനോദത്തിന്റെയും ഉത്സവം തുടങ്ങിയത്. വായനയ്ക്കപ്പുറം ഭാവനയ്ക്ക് കരുത്താകും വിധത്തിലായിരുന്നു റീഡിംഗ് ഫെസ്റ്റിവലിന്റെ ക്രമീകരണം. വൺസ് അപ്പോൺ എ ഹീറോ എന്ന ആശയത്തിലൂന്നി നിരവധി സർഗാത്മക പരിപാടികൾ ബുക്ക് അതോറിറ്റി കുരുന്നുത്സവത്തിൽ ഒരുക്കി. പാചകം, ചിത്രരചന, പാട്ട്, കാർട്ടൂൺ, ഫാഷൻ തുടങ്ങി പുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് കുട്ടികളെ വളരാൻ 12 ദിവസത്തെ മേള സഹായിച്ചു. വായനോത്സവത്തിനൊപ്പം 1400-ലേറെ സാംസ്കാരിക പരിപാടികൾ ഒരുക്കി. കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരും നിരൂപകരുമായി 290 വിശിഷ്ടാതിഥികൾ മേളയ്ക്കെത്തി. പരിസ്ഥിതി സംരക്ഷണ ചിന്തകൾ ഉണർത്തുന്ന നിരവധി പരിപാടികളും കുട്ടികളെ ആകർഷിച്ചു. UAE-യിലെ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വൻതോതിൽ എക്സ്പോ സെന്ററിലെത്തി. ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയാണ് 15ാമത് വായനോത്സവത്തിന് തുടക്കം കുറിച്ചത്. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർ, രക്ഷിതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ തുടങ്ങി 10,000-കണക്കിന് പേർ 12 ദിവസത്തെ മേളയ്ക്ക് ഷാർജ എക്സ്പോ സെന്ററിലെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ഷാർജ.